കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നു. കൊച്ചി നഗരത്തിൽ 24 മണിക്കൂറിനിടെ 2 ലഹരി കേസുകളിലായി 2 യുവാക്കളും 2 യുവതികളും പോലീസ് പിടിയിലായി. യൂട്യൂബറായ റിൻസി മുംതാസ്, ഇവരുടെ സുഹൃത്ത് കോഴിക്കോട് സ്വദേശി യാസർ അറാഫത്ത് എന്നിവരെ പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 22 ഗ്രാം MDMA യാസറിന്റെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. എറണാകുളം പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിൽ നിന്നാണ് മറ്റൊരു കേസിൽ 2 പേർ പിടിയിലായത്. മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് ശിവദാസ്, ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ എന്നിവരാണ് പിടിയിലായത്. 4 ഗ്രാം MDMA, 30 LSD സ്റ്റാമ്പുകൾ എന്നിവ ഇവരിൽ നിന്ന് പിടികൂടി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഇരുവരെയും പിടികൂടിയത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇരുവരുമെന്ന് എക്സൈസ് പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ MDMA 1.5 കിലോയോളം MDMA ആണ് പിടികൂടിയത്. ഹോൾസെയിൽ വിൽപ്പനയിൽ 1 കോടി രൂപയും ചില്ലറ വിൽപ്പനയിൽ 3 കോടി വരെ കിട്ടാവുന്ന അളവിലുള്ള മയക്കുമരുന്നുമാണ് പിടികൂടിയത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുടുംബത്തോടൊപ്പമാണ് പ്രതി സഞ്ജു മയക്കുമരുന്ന് കടത്തിയത്. ലഹരി വിരുദ്ധ സ്ക്വാഡാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഗൾഫിൽ നിന്ന് മയക്കുമരുന്ന് നാട്ടിലെത്തിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു പ്രതി. സഞ്ജു നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു. സഞ്ജുവിനെ പിടികൂടാനായി വീട്ടിലെത്തിയ പോലീസിനെ വളർത്തുനായയെ തുറന്നുവിട്ട് ഭയപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു.